നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. തലോലപ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിലിടിച്ച് തകർന്നു. അപകടത്തിൽപ്പെട്ട യാത്രക്കാരെ ഫയർഫോഴ്സ് കാർ വെട്ടിപ്പൊളിച്ചാണ് രക്ഷപ്പെടുത്തിയത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വടകര ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത്. അരയിൻകാവ് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ എഞ്ചിൻ വേർപെട്ട് പോയി. മരത്തിലും റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ മതിലിലും കാർ ഇടിച്ചു. കാറിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു. കാർ യാത്രികരെ പുതിയ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. കടയിലെ പുള്ളിയുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ ഇറക്കുന്നുണ്ട്. ഞീഴൂർ തോട്ടിൽ പുരുഷന്റെ അജ്ഞാത മൃതദേഹം പൊങ്ങി അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ഞീഴൂർ പഞ്ചായത്തിന് സമീപമുള്ള പമ്പിന് സമീപം വലിയ തോടിനടുത്തുള്ള കൈത്തോട്ടിൽ മൃതദേഹം കാണുന്നത്. മീരച്ചിൽ താലൂക്കിൽ ഇന്നലെ തലനാട്, മേലടുക്കം, പാതാമ്പുഴ, തിടനാട്, അടിവാരം, തീക്കോയ് എന്നീ മലയോര മേഖലകളിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടു. പ്രാദേശിക മഴ മാപിനികളിൽ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തി. 100 മില്ലിമീറ്റർ അധികം മഴ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലനാട് പഞ്ചായത്തിൽ 130 മില്ലിമീറ്റർ അധികം മഴയുണ്ടായി. തീക്കോയ്, മംഗളഗിരി, ഏരിയാറ്റുപാറ, ഇലുപ്പിങ്കൽ തങ്കച്ചന്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വീടിന്റെ ഒരു ഭിത്തി തകർന്നു. സംഭവ സമയത്ത് മണ്ണിടിഞ്ഞു വീണ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇവരെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റി. തലനാട് മേലടുക്കം വാർഡ് മെമ്പർ ഷാജി കുന്നലിന്റെ വീടിന്റെ മുകളിലേക്ക് കരിങ്കൽ കെട്ടിടിഞ്ഞു വീണു. വീടിന് നാശനഷ്ടമുണ്ടായി. വീട്ടിലുള്ളവരെ മാറ്റി പാർപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ ദ്വിശതാബ്ദി ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ നിന്നും പുത്തൻ പള്ളിയിലേക്ക് ടൗൺ ചുറ്റി നടത്തിയ വിളംബര റാലിയിൽ 100 കണക്കിന് ഇടവകാംഗങ്ങൾ പങ്കെടുത്തു. കത്തോലിക്ക കോൺഗ്രസ് പിതൃവേദി, മാതൃവേദി, SMYM, വിൻസെന്റ് ഡി പോൾ കൂട്ടായ്മ ലീഡേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വിളംബര റാലി ശനിയാഴ്ച വൈകുന്നേരം കത്തീഡ്രൽ വികാരി ഫാദർ കുര്യൻ താമശ്ശേരി ഫ്ലാഗ് ഓഫ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി ടൗൺ ചുറ്റി റാലി കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു. ഫാദർ കുര്യൻ താമശ്ശേരി ജൂബിലി പതാക ഉയർത്തി. തുടർന്ന് ഇടവകയിലെ 200 ഗായകർ ചേർന്ന കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ ജൂബിലി ഗാനം ആലപിച്ചു. തുടർന്ന് ബാൻഡുമേളവും ചെണ്ടമേളവും സ്നേഹവിരുന്നും നടത്തി. കത്തീഡ്രൽ വികാരി ഫാദർ കുര്യൻ താമശ്ശേരി, ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നിൽ, ഫാദർ തോമസ് മുളങ്ങാശ്ശേരി, കൈക്കാരന്മാരായ KC ഡൊമിനിക് കരിപ്പാപ്പറമ്പിൽ, എബ്രഹാം K. അലക്സ് കൊല്ലംകുളം, TC ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. മംഗളമരുളാം പ്രാർത്ഥനാ പൂവുകൾ അർപ്പിച്ചിടാം. ഭാവുകമേകാം മംഗളമരുളാം പ്രാർത്ഥനാ പൂവുകൾ അർപ്പിച്ചിടാം. ഭാവുകമേകാം മംഗളമരുളാം പ്രാർത്ഥനാ പൂവുകൾ അർപ്പിച്ചിടാം. നമ്മൾ കത്തിച്ചിടാം, നമ്മൾ കത്തിച്ചിടാം, നമ്മൾ കത്തിച്ചിടാം.
സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷനും നാട്ടിൽ തിരികെ എത്തിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്ന് കേരള പ്രവാസി സംഘം മല്ലപ്പള്ളി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക നിലനിൽപ്പും ജീവിത നിലവാരത്തിലെ ഉയർച്ചയിലും പ്രവാസി മലയാളികൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. മല്ലപ്പള്ളി CMS ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ പ്രവാസികൾക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാസി ക്ഷേമനിധി, നോർക്ക റൂട്ട്സ്, ലോക കേരള സഭ തുടങ്ങിയ മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി പ്രവാസികൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന സംസ്ഥാന സർക്കാരിന് കൂടുതൽ കരുത്ത് നൽകേണ്ടത് ഓരോ പ്രവാസിയുടെയും കടമയാണെന്നും ശ്രീകൃഷ്ണപിള്ള പറഞ്ഞു. നിതാന്തമായ ജാഗ്രതയുടെയും ഫലമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കുവാനും അത് എല്ലാ കരങ്ങൾ പ്രവാസികളുടെ കരങ്ങളിൽ എത്തിക്കുവാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ 22 വർഷക്കാലത്തെ ഈ സംഘടനയുടെ ഏറ്റവും വലിയ അഭിമാനം. പെൻഷൻ മാത്രമല്ല, നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇന്നലെ ഇടുക്കിയിൽ അതിൻ്റെ അദാലത്തുണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും ഇപ്പോൾ അദാലത്ത് വെക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം പദ്ധതി പ്രകാരം ഏതെങ്കിലും ഒരു പ്രവാസി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ചികിത്സാ സഹായത്തിനത്തിൽ 50,000 രൂപ വരെയാണ്. ഹാർട്ട് അറ്റാക്ക് പോലുള്ള, ക്യാൻസർ പോലുള്ള മഹാവ്യാധികൾ 50,000 രൂപയാണ് ഒരു പ്രവാസിക്ക് സ്വാതന്ത്ര്യ പദ്ധതി പ്രകാരം ചികിത്സാ സഹായം കിട്ടുന്നത്. പ്രവാസി സംഘം മല്ലപ്പള്ളി ഏരിയ പ്രസിഡന്റ് സ്കറിയ ജോൺ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി രഘുനാഥ് ഇടത്തിട്ട സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി നജീബ് കോട്ടാങ്ങൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പീറ്റർ മാത്യു, ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു, ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് സുരേഷ് പരുമല, വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി സജിത സ്കറിയ, വർഗീസ് കുഴുവേലിൽ, മനീഷ് കുഴുവേലിൽ, ബിനു കുറിച്ചിയിൽ എന്നിവർ പ്രസംഗിച്ചു. സ്കറിയ ജോൺ പ്രസിഡന്റ്, വർഗീസ് കുഴുവേലിൽ സെക്രട്ടറി, ബിനോജ് എബ്രഹാം ട്രഷറർ എന്നിവരുൾപ്പെടെ 21 അംഗ ഏരിയ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. രാമപുരത്തെ നാലമ്പലങ്ങളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ നിന്നും ഫണ്ട് അനുവദിക്കുന്നതിന് അടിയന്തര ശ്രമങ്ങൾ നടത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP. പ്രവർത്തകരോടും ജനപ്രതിനിധികളോടുമൊപ്പം നാലമ്പലങ്ങളിൽ സന്ദർശനം നടത്തുകയായിരുന്നു MP. രാവിലെ 8 മണിക്ക് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയ ഫ്രാൻസിസ് ജോർജ് തുടർന്ന് മറ്റ് 3 ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തിയാണ് മടങ്ങിയത്. ക്ഷേത്രങ്ങളിലെത്തിയ MPയെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് AR ബുദ്ധൻ, പ്രൗൺ അമനകര, പ്രദീപ് നമ്പൂതിരി, ശ്രീകുമാർ കൂടപ്പുലം, ഉണ്ണികൃഷ്ണൻ, സോമനാഥൻ നായർ, അക്ഷയ, PP നിർമ്മലൻ, സലി പുലിക്കുന്നിൽ, വിഷ്ണു കൊണ്ടുമറുക ഇല്ലം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ, പുതിയിടത്ത് ചാലിൽ KK ശാന്താറാം, ജോഷി കുമ്പളത്ത്, തോമസ് ഉഴുന്നാലിൽ, ജോർജ് പുളിങ്കാട് മത്തച്ചൻ, പുതിയിടത്ത് ചാലിൽ, CJ വിജയകുമാർ ചിറയ്ക്കൽ, രാജപ്പൻ പുത്തിയാൻമലയിൽ, നോയൽ ലൂക്ക്, ജോമോൻ ശാസ്താംപടിയിൽ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. രാമപുരത്ത് ഈ നാലമ്പല ദർശനം നടക്കുന്ന ഈ അവസരത്തിൽ ശ്രീരാമ സഹോദരങ്ങളുടെ ആ ഓർമ്മ, പുണ്യമായ ഓർമ്മ പുതുക്കുന്ന ഒരു അവസരം കൂടിയാണ്. 4 സഹോദരങ്ങളുടെയും പേരിലുള്ള ഈ 4 അമ്പലങ്ങളിൽ 10,000-കണക്കിന് വിശ്വാസികളാണ്, ഭക്തരാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഈ അവസരത്തിൽ രാമപുരത്തേക്ക് എത്തുന്നത്. ഇവിടെ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ വർഷം തോറും ഭക്തജനങ്ങളുടെ തിരക്ക് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ വാഹനങ്ങൾ വരാനും പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടാതെ ഈ ദർശനം നടത്താനുമുള്ള സൗകര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുമായിട്ട് ചർച്ച ചെയ്തത്. ബഹുമാനപ്പെട്ട MLA ശ്രീ മാണി സി കാപ്പൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയിരുന്നു, ഇവിടെ വന്നിരുന്നു, ക്ഷേത്ര ഭാരവാഹികളുമായി ചർച്ച ചെയ്തിരുന്നു. ഞാനും അദ്ദേഹവും കൂടി കേന്ദ്ര ടൂറിസം മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്ര ടൂറിസത്തിൻ്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി, പിൽഗ്രിം ടൂറിസം എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി. രാമപുരം നാലമ്പലങ്ങളിൽ നേരിട്ടെത്തി വിശകലനം ചെയ്ത മന്ത്രി റോഷി അഗസ്റ്റിൻ, തിരക്ക് വർദ്ധിച്ചു വരുന്ന രാമപുരത്തെ നാലമ്പലങ്ങളിൽ ഈ കഴിഞ്ഞ ശനിയും ഞായറും അത്യപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുന്നതിനും മറ്റുമായി റോഷി അഗസ്റ്റിൻ നേരിട്ടെത്തി ക്ഷേത്ര ഭാരവാഹികളുമായി സംസാരിച്ചു. ആവശ്യത്തിന് പോലീസ് സേനയുടെ കുറവും ട്രാഫിക്കിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു.
വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.